ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ആര്യൻ, നൂറ ഇവര് രണ്ടുപേരും മാത്രമായിരുന്നു മത്സരത്തിൽ ബാക്കി ഉണ്ടായിരുന്നത്. ഇവർ രണ്ടുപേരും മാത്രമാണ് അവശേഷിച്ചത്. 8 പോയിന്റുകൾ നേടി നൂറയും 9 പോയിന്റുകൾ നേടി ആര്യനും ഈ ഒരു മത്സരം വിജയിച്ചിരിക്കുകയാണ്. നൂറയാണ് കേട്ടോ ഇപ്പോഴും ലീഡിങ്. ആര്യൻ ഇപ്പോഴും 2 പോയിന്റിന് പിന്നിൽ തന്നെയാണ്. ഈ ഒരു ടാസ്കിൽ 9 പോയിന്റുകൾ നേടിയെന്ന് പറഞ്ഞിട്ടും നൂറയെ പിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇനി നോക്കാം, വരുന്ന ടാസ്കുകളിൽ നോക്കാം എങ്ങനെയായിരിക്കും ആര്യം കളിക്കാൻ പോകുന്നത്. എന്തായാലും നൂറയും ആര്യനും നല്ല രീതിക്ക് തന്നെ ഈ ഒരു ടാസ്ക് ചെയ്തു കേട്ടോ. അതിഗംഭീരമായിട്ട് തന്നെ ടാസ്ക് ചെയ്തു. ടാസ്ക് അവസാനിച്ച് അവരുടെ കൈയൊക്കെ തിരുമ്മി കൊടുക്കുന്നുണ്ട്. കാരണം മസിൽ പിടിക്കുക, അത്രയും നേരം അവർ പിടിച്ചുകൊണ്ട് നിന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് മസിലൊക്കെ പിടിക്കും. മികച്ച രീതിയിൽ തന്നെ ടാസ്ക് ചെയ്തു. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ലല്ലോ. അവരെടുത്ത എഫേർട്ടിനെ മാനിക്കുന്നു. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തത് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നൂറ 2 കൈ ഉപയോഗിച്ചു. അത് 2 കൈ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് റൂളായിരുന്നു. ജസ്റ്റ് 1 സെക്കൻഡത്തേക്കാണെങ്കിലും 2 കൈ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അത് താങ്ങി നിർത്താനായിട്ട് 2 കൈ നൂറ ഉപയോഗിച്ചിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യന്റെ കീ താഴെ പോയിരുന്നു. കീ താഴെ പോകരുത് എന്നുള്ളതൊരു റൂളായിരുന്നു. ആര്യന്റെ കീ താഴെ പോയിരുന്നു. പിന്നെ ഈ ബോളുകളെ താഴേക്ക് ഇടുന്നതിന്റെ ഭാഗമായിട്ട് ആര്യൻ ആ ഒരു ജനല് പൊക്കിയും താഴ്ത്തിയും കളിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട് ആര്യൻ അങ്ങനെ ചെയ്യരുത് എന്ന്. അപ്പം അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ആര്യൻ അത് നിർത്തിയത്. കുറെ ബോളുകളെ ആര്യൻ താഴേക്ക് ഇട്ടിരുന്നു. അങ്ങനെ പൊക്കിയും താഴ്ത്തിയും കളിച്ച് കുറെ ബോളുകൾ ആര്യൻ താഴേക്ക് ഇട്ടിരുന്നു. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ ഇവര് രണ്ടുപേരും കള്ളക്കളിയൊക്കെ കുറച്ചൊക്കെ കളിച്ചു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നൂറ ഇങ്ങനെ ചാരിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ കളിച്ച് ജയിക്കാനായിരുന്നു അവിടെ ആർക്ക് വേണേലും പറ്റുമായിരുന്നു. അവരെടുത്ത എഫേർട്ടിനെ മാനിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇങ്ങനത്തെ ഈ അൺഫെയർ ആയിട്ടുള്ള ഈ ഒരു ഗെയിം കളിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നല്ല ഫെയർ ആയിട്ട് തന്നെ കളിക്കണമായിരുന്നു. അങ്ങനെയാണ് എഫേർട്ടിനെ നമ്മൾ നല്ലപോലെ അപ്രിഷിയേറ്റ് ചെയ്തേനെ, അഭിനന്ദിച്ചേനെ. ഇതിപ്പോ എഫേർട്ടിനെ അഭിനന്ദിക്കുന്നു. എന്നിരുന്നാലും ഇങ്ങനെയുള്ള കള്ളക്കളികൾ അതും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.